ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുനഃകർമ്മ സൈനുദ്ദീൻ ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് മറ്റൊരു പുതിയ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ റെക്കോർഡ് വർധന. അതായത് മാർച്ചിലെ മൊത്തം വിദേശ നിക്ഷേപം 4 ലക്ഷം കോടി പിന്നിട്ടു എന്നാണ് പറയുന്നത്. 2024 മാർച്ചിലെ മൊത്തം നിക്ഷേപം, വിദേശ നിക്ഷേപം, വിദേശ FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഇവരൊക്കെ മൊത്തം 4 ലക്ഷം കോടി അവരുടെ നിക്ഷേപം പിന്നിട്ടെന്ന് പറയുന്നു. അത് വലിയൊരു സംഭവം തന്നെയാണ്. മാർക്കറ്റിലുള്ള ഇന്ത്യൻ മാർക്കറ്റിലുള്ള ലോക രാജ്യങ്ങളുടെ ഒരു വിശ്വാസമാണ് നമുക്കന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് അതൊക്കെ എന്താണെന്ന് പരിശോധിക്കാം. നവംബർ മുതൽ മാർച്ച് വരെ പ്രതിമാസം മൊത്തം നിക്ഷേപം 3 ലക്ഷം കോടി രൂപയിലേറെയായിരുന്നു. വൻകിട ഓഹരികൾ മികച്ച മൂല്യത്തിൽ ലഭ്യമായതിനാൽ ഏറെ നിക്ഷേപവും ഈ വിഭാഗങ്ങളിലെ കമ്പനികളിലേക്കാണ് എത്തിയതെന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തെ വിദേശ നിക്ഷേപത്തിൽ റെക്കോർഡ് വർധന. മാർച്ചിൽ 4.6 ലക്ഷം കോടി രൂപ, അതായത് $49 ബില്യൺ മൂല്യമുള്ള നിക്ഷേപമാണ് വിദേശ സ്ഥാപനങ്ങൾ നടത്തിയത്. ഇതാദ്യമായാണ് ഒരു മാസത്തെ മൊത്തം നിക്ഷേപം 4 കോടി കവിയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ശരാശരിയായ 2.46 ലക്ഷം കോടിയുടെ 1.65 മടങ്ങാണിത്. നവംബർ മുതൽ മാർച്ച് വരെ പ്രതിമാസ മൊത്തം നിക്ഷേപം 3 ലക്ഷം കോടി രൂപയിലേറെയായിരുന്നു. മാർച്ചിൽ 35.098 കോടി രൂപ, അതായത് $4.2 ബില്യൺ അറ്റ നിക്ഷേപമാണ് ഓഹരിയിലെത്തിയിട്ടുള്ളത്. വൻകിട ഓഹരികൾ മികച്ച മൂല്യത്തിൽ ലഭ്യമായതിനാൽ ഏറെ നിക്ഷേപവും ഈ വിഭാഗങ്ങളിലെ കമ്പനികളിലേക്ക് ആണെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ പ്രമുഖ കമ്പനികളിൽ തന്നെയാണ് അവർ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രസ്റ്റ്, അപ്പോൾ കമ്പനികളൊക്കെ കൂടുതൽ വളരാനുള്ള സാധ്യത വളർന്നു കഴിഞ്ഞു ഓൾറെഡി. മാർച്ചിലെ ആദ്യത്തെ 2 ആഴ്ചകളിൽ 4.9 ബില്യൺ അറ്റ നിക്ഷേപമാണ് വിദേശ നിക്ഷേപകർ നടത്തിയത്. 5 വർഷത്തെ കണക്കെടുത്താൽ FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 2 ആഴ്ചക്കുള്ളിൽ $4 ബില്യൺ നിക്ഷേപം നടത്തി. 4 തവണയാണ് നടത്തിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2004 ഫെബ്രുവരി വരെയുള്ള 12 മാസത്തെ കണക്കെടുത്താൽ ആഭ്യന്തര നിക്ഷേപ ഫണ്ടുകൾ 1.8 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് രാജ്യത്തെ ഓഹരി വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. കുറച്ച് വർഷങ്ങളായി ആഭ്യന്തര നിക്ഷേപത്തിൽ കുതിപ്പുണ്ടായതോടെ മൊത്തം വിപണി മൂല്യത്തിൽ വിദേശ നിക്ഷേപകരുടെ വിഹിതം 24 മുതൽ 25% എന്ന നിലയ്ക്ക് നേരത്തെ താഴുകയും ചെയ്തിട്ടുണ്ട്. മാർച്ചിലെ ആദ്യ 2 ആഴ്ചയിലെ കണക്ക് പ്രകാരം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ഓഹരി ആസ്തി $756 ബില്യൺ. അത് വലിയൊരു കണക്ക് തന്നെയാണത്. ഇതുപ്രകാരം ആസ്തിയിലെ വാർഷിക വർധന 42%. അതായത് അതിൻ്റെ ഒരു വാർഷിക വർധന എന്ന് പറയുമ്പോൾ 42% ഇവരുടെ നിക്ഷേപ തോത് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഇവരിത് നിക്ഷേപിക്കുമ്പോൾ അതെല്ലാം തുടർന്ന് നിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നിക്ഷേപിക്കുമ്പോൾ കുറേ ലാഭം എടുക്കുമ്പോൾ അവർ ലാഭം എടുത്ത് പോവുകയും ചെയ്യും. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ന് വെച്ചാൽ അവരതങ്ങനെ ഒഴിഞ്ഞു പോകുന്നില്ല. വീണ്ടും കുറേ കഴിയുമ്പോൾ തിരിച്ചു വരും. മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ തിരിച്ചു വരും. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കുറേ മുകളിലേക്ക്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, കുറേ മുകളിലേക്ക് ഇപ്പോൾ അവർ കയറ്റി കൊണ്ടുവന്നിരിക്കുക. നല്ല മുകളിലെത്തി 22,000 ഒക്കെ സെൻസെക്സ്, അതിൻ്റെ മുകളിൽ സെൻസെക്സ് ആയിരിക്കണം. നിഫ്റ്റി സെൻസെക്സ് 62, 64 ആയിരിക്കണം. അപ്പോൾ ഏറ്റവും ഉയർന്ന തോതിൽ നിൽക്കുമ്പോൾ വല്ലാതെ വാങ്ങരുത്. പിന്നെ അങ്ങനെ അവർ വിറ്റിട്ട് പോകും. പിന്നെ വീണ്ടും കുറയുമ്പോഴാണ് അവർ വന്ന് വാങ്ങിക്കുക. അങ്ങനെ ഇതുപോലെ കുറഞ്ഞ സമയങ്ങളിൽ പിരമിഡിങ് മെത്തേഡിലൂടെ ഇതിങ്ങനെ വളർച്ച നോക്കി കുറേശ്ശെ വാങ്ങിക്കുക എന്നുള്ളതാണ് ഒരു ടെക്നിക്ക്. അതിൻ്റെ സ്വിംഗ് ട്രേഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും അതിനെക്കുറിച്ച് അറിയാം. സ്വിംഗ് ട്രേഡിങ് അറിയാതെ സ്വിംഗ് ചെയ്യുന്നുണ്ടെന്നൊരു സുഹൃത്ത് നേരത്തെ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് വളർച്ചയൊക്കെ ഇപ്പോൾ വാങ്ങി പോവുക, ഒരു ലെവലിലെത്തുമ്പോൾ വിൽക്കുക. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിത് സ്വിംഗ് ട്രേഡിംഗ് ആണല്ലോ ചെയ്തിരുന്നല്ലേ, അതെനിക്ക് ഇത് സ്വിംഗ് ട്രേഡിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും അറിയില്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കൂടി കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിൽ വാങ്ങിക്കാം, എപ്പോൾ വിൽക്കാം, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. മിക്കവാറും ഈ ആഴ്ച തന്നെ ആ വീഡിയോ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൊത്തം വിപണി മൂല്യത്തിൻ്റെ 18% വരും ഇതെന്നാണ് പറയുന്നത് ഇവരുടെ വിദേശ അറ്റ നിക്ഷേപം. വിപണിയിൽ വ്യാപാരം നടക്കുന്ന ഓഹരികളുടെ വിപണി മൂല്യത്തിൻ്റെ 1/3 ഈ വിഹിതം. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഈ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അതിന് അടുത്തൊരു വീഡിയോയുമായി
ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനിങ് ഓഫ്. താങ്ക് യു.